ഹായ് ഫ്രണ്ട്സ്, മൊമ്മീസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ ഗ്രേപ്സും ബനാനയും കൂടിയുള്ള ഒരു പൂരിയാണ്. ഇത് മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന 10 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ്. ഇപ്പോൾ ഉള്ള ഗ്രേപ്സ് കൂടുതലായി പെസ്റ്റിസൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ ഗ്രേപ്സ് നമുക്ക് വൃത്തിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് സാൾട്ട് ഇടുക, എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് മുന്തിരിങ്ങ ഇടുക. ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കുക, കാരണം അതിലുള്ള പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തെടുത്ത മുന്തിരിങ്ങയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്തിരിങ്ങയ്ക്ക് കുരുവില്ലാത്തതാണ്. അങ്ങനെയെങ്കിൽ അത് ശ്രദ്ധിക്കണം. കുരു ഉള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഉപ്പിലിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞ് ജാറിലേക്ക് എടുത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഗ്രേപ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേപ്സ് മെയിനായിട്ടാണെങ്കിൽ എനർജി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, കാരണം അതിൽ കൂടുതലായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഗ്രേപ്സിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഗ്രേപ്സിൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ തടയാൻ സഹായിക്കുന്നു. മുന്തിരിങ്ങയിൽ വൈറ്റമിൻ സി കൂടുതലായി കാണപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യും കുഞ്ഞുങ്ങൾക്ക്. മുന്തിരിങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡാമേജ് ആകുന്ന സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ബനാനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബനാനയാണ് 6-ാം മാസത്തിൽ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സോളിഡ് ഫുഡ്. ഈ ബനാനയിൽ കൂടുതലായി വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നു. കൂടുതലായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടുതലായി ആക്റ്റീവായിട്ടിരിക്കാൻ സഹായിക്കുന്നു. ബനാനയിൽ കൂടുതൽ പൊട്ടാസ്യം, കാൽസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലുകൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു. അതുപോലെ തന്നെ കൂടുതലായി ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡൈജഷന് സഹായിക്കുന്നു. ബനാനയിൽ കൂടുതലായി ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്നു. വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രേപ്സിൻ്റെയും ബനാനയുടെയും ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേപ്സിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ബനാനയുടെ തൊലിയും കളഞ്ഞ് ഒരുമിച്ച് നമുക്ക് ഒരു ജാറിലേക്ക് ഇതെടുത്ത് ബ്ലെൻഡാക്കി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പൂരിയായി കൊടുക്കാവുന്നതാണ്. ഗ്രേപ്സ് നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു 10 മാസമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബനാന കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 6-ാം മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് നല്ലൊരു പൂരിയാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പൂരിയാണ് ബനാന പൂരി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു 10-11 മാസം ആകുമ്പോഴത്തേന് നമുക്കിത് കൊടുക്കാവുന്നതാണ്. മുമ്പ് ഞാൻ ഗ്രേപ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഗ്രേപ്സിൽ കൂടുതലായി വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്നു. ഗ്രേപ്സ് കൂടുതലായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്റ്റൊമക്കിനെ ഇത് ഇറിറ്റേറ്റ് ചെയ്യും, കാരണം ഗ്രേപ്സ് ഒരു അസിഡിക് ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്രേപ്സ് കൂടുതലായി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ കഫക്കെട്ടുണ്ടാക്കുകയും കോൾഡ് വരാൻ സാധ്യത ഉണ്ടാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ, ടേക്ക് കെയർ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.